ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇൻഡിപെൻഡൻസ് ഡേ തീം വെച്ചൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ബീഡ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഫ്ലാഗിൻ്റെ കളേഴ്സ് എടുക്കാം. ഞാനിവിടെ ഓറഞ്ച്, വൈറ്റ്, ഗ്രീന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേവി ബ്ലൂ കളറും ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ വേണം. പിന്നെ നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ടൊരു കമ്പിയുടെ ഒരു ഹെയർ ബാൻഡ് വേണം. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. കമ്പിയുടെ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ കളേഴ്സ് വൈറ്റ്, പിന്നെ ഗ്രീന്, ഓറഞ്ച്, ബ്ലൂ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് വൈറ്റ് കോർത്ത് കൊടുക്കാം. അത് ബീഡ്സ് ഇത് നമുക്ക് 3-4 ഒരുമിച്ച് അടുക്കി പിടിച്ച് കോർക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും. എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കോർക്കാം. വൈറ്റ്, ഗ്രീൻ ഓരോ ബീഡ്സായിട്ട് കോർക്കാം. ഞാനിവിടെ കുറച്ചധികം വൈറ്റ് കളർ ബീഡ്സ് കോർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറവും ഇപ്പുറവും ഓറഞ്ചും ഗ്രീനും കൊടുക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമുക്കിങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം അല്ലാതെ പല രീതിയിലും നമുക്ക് ചെയ്യാം. ഞാനിങ്ങനെ പല രീതിയിൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ അവസാനം ഇതിൻ്റെ ഫോട്ടോസ് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഗ്ലിറ്റർ ട്യൂബുണ്ട്. ഗ്ലിറ്റർ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഉപയോഗിച്ചും ഹെയർ ബാൻഡ് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ചെറിയ ബീഡ്സ് ആയതുകൊണ്ട് നമുക്കത് കോർത്തെടുക്കാൻ കുറച്ച് പാടുണ്ട്. അതുകൊണ്ടത് ഒരു 3-4 ഒരുമിച്ച് അടുക്കി പിടിച്ച് കോർക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കോർക്കാൻ പറ്റും. ഇങ്ങനത്തെ ബീഡ്സൊക്കെ നമുക്ക് ആമസോണിലും മീഷോയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ ക്രാഫ്റ്റ് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിലും ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് കളറ് മുത്തുകളുണ്ട്. ആ മുത്തുകൾ നമുക്ക് 2 സൈഡിലും കോർത്ത് കൊടുക്കാം. കുറച്ച് കോർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വൈറ്റ് മുത്തുകളുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് കോർത്ത് കൊടുക്കാം. ഫുള്ള് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലിറ്റർ ട്യൂബും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഞാനിതിവിടെ കോർത്ത് കൊടുക്കുകയാണ്. 2 സൈഡിലും ഒരേപോലെ കോർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മുത്തുകൾ ഞാൻ കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്ലാക്ക് കളർ ഗ്ലിറ്റർ ട്യൂബാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിനൊരു ഹോള് പോലുണ്ട്. അത് നമുക്ക് അതിനകത്ത് വെച്ച് കൊടുക്കാം. 2 സൈഡിലും വെച്ച് കൊടുത്ത് മുത്തുകളൊന്ന് ടൈറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, മുത്തുകളുടെ ഇടയിലൊന്ന്. അപ്പോൾ അതിങ്ങനെ ലൂസായിട്ട് കിടക്കാതിരിക്കും. ഇനി നമുക്ക് ആ ഗ്ലിറ്റർ ട്യൂബിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അറ്റത്ത് ഞാൻ 2 വെള്ള മുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഞാനൊരു ബ്രേസ്ലെറ്റും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ നൂൽക്കമ്പിയിലാണ് കോർത്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ പിക്ചർ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. ഇതാണ് ആ ബ്രേസ്ലെറ്റ്. അത് ഞാൻ സെയിം ഈ ഒരു തീമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഐഡിയയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.